നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള എന്ന യൂണിറ്റിലെ 8ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ 34ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. 34ാമത്തെ ക്വസ്റ്റ്യൻ മേൽമുണ്ട് സമരം അല്ലെങ്കിൽ അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ വരെ അതിനെക്കുറിച്ചുള്ളൊരു കുറിപ്പ് തയ്യാറാക്കാന്നുള്ള അത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. നെയിം ദ മേജർ സ്ട്രഗിൾ ഫോർ ദ ഫ്രീഡം ഓഫ് ട്രാവലിംഗ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള വെൻ ദ നാഷണൽ മൂവ്മെന്റ് വാസ് ഗെയിനിങ് സ്ട്രെങ്ത്. അതായത് ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ നടന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രധാന പോരാട്ടം ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹ. ഓക്കെ ആണല്ലോ. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലേ, അതായത് ഫ്രീഡം ഓഫ് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. അത് ഏത് സമയത്തായിരുന്നു നടന്നത്? നാഷണൽ മൂവ്മെന്റ് വാസ് ഗെയിനിങ് സ്ട്രെങ്ത്, ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് നമ്മളൊന്ന് വിശദീകരിക്കുക. നോക്കിയോളൂ. ദ വൈക്കം സത്യാഗ്രഹ വാസ് എ മേജർ സ്ട്രഗിൾ ഫോർ ദ ഫ്രീഡം ഓഫ് ട്രാവലിംഗ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള. കേരളത്തിൽ ഫ്രീഡം ഓഫ് ട്രാവലിംഗ് അല്ലെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഒരു മേജർ സ്ട്രഗിൾ, പ്രധാനപ്പെട്ട സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹ. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ദ പീപ്പിൾ ഹു വെയർ കൺസിഡേർഡ് ഇൻഫീരിയർ വെയർ നോട്ട് അലൗഡ് ടു വാക്ക് ഓൺ ദ അപ്രോച്ച് റോഡ്സ് ഓഫ് വൈക്കം ടെമ്പിൾ. വൈക്കം ക്ഷേത്രത്തിന്റെ അപ്രോച്ച് റോഡിൽ കൂടി അല്ലെ, ആ വൈക്കം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അതിന് സമീപത്തായിട്ട് കിടക്കുന്ന അപ്രോച്ച് റോഡിൽ കൂടി ഇൻഫീരിയർ എന്ന് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ പീപ്പിൾ ഹു വെയർ കൺസിഡേർഡ് ഇൻഫീരിയർ, അതായത് ഇൻഫീരിയർ, താഴ്ന്നവരെന്ന് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് വെയർ നോട്ട് അലൗഡ്, അവരെ അനുവദിച്ചിരുന്നില്ല. എന്തിനനുവദിച്ചിരുന്നില്ല? ടു വാക്ക് ഓൺ ദ അപ്രോച്ച് റോഡ്സ് ഓഫ് ദ വൈക്കം ടെമ്പിൾ. വൈക്കം ടെമ്പിളിൻ്റെ അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രത്തിൻ്റെ അപ്രോച്ച് റോഡിൽ കൂടി സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. നടക്കാൻ വേണ്ടി വാക്ക് എന്ന് വെച്ചാൽ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പോയിന്റായി. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, വൈക്കം സത്യാഗ്രഹ ബിഗാൻ ആസ് എ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേഷൻ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് അല്ലെ, വൈക്കം സത്യാഗ്രഹം ബിഗാൻ ആസ് എ പ്രൊട്ടസ്റ്റ്, ഒരു പോരാട്ടം എന്ന നിലയിൽ, എഗൈൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു ഡിസ്ക്രിമിനേഷനെതിരെയുള്ള പോരാട്ടം എന്ന നിലയിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. മനസ്സിലായല്ലോ. വൈക്കം സത്യാഗ്രഹം ബിഗാൻ ആസ് എ പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പോരാട്ടം അല്ലെ, പോരാട്ടം എഗൈൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു ഡിസ്ക്രിമിനേഷനെതിരെയുള്ള പോരാട്ടം എന്ന നിലയിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. The Satyagraha began on March 30, 1924. 1924 മാർച്ച് 30 ഈ സത്യാഗ്രഹം ആരംഭിച്ചത്. ദിസ് സത്യാഗ്രഹ വാസ് ലെഡ് ബൈ ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ ആൻഡ് അതേഴ്സ്. ഈ സത്യാഗ്രഹം നയിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു? ഏതൊക്കെ ആൾക്കാരായിരുന്നു ഈ സത്യാഗ്രഹത്തിന്റെ നായകന്മാർ? ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ ആൻഡ് അതേഴ്സ്. ആരൊക്കെയായിരുന്നു? ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ ആൻഡ് അതേഴ്സ്. ദ വൈക്കം സത്യാഗ്രഹ അട്രാക്റ്റഡ് നാഷണൽ അറ്റൻഷൻ. ഈ വൈക്കം സത്യാഗ്രഹം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. അടുത്ത പോയിന്റ്, ദിസ് സത്യാഗ്രഹ എൻഡഡ് വിത്ത് ദ മീഡിയേഷൻ ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്, എൻഡ് ചെയ്തത്. ഇനി മീഡിയേഷൻ എന്ന് വെച്ചാൽ മധ്യസ്ഥത എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ മീഡിയേഷൻ എന്ന് വെച്ചാൽ മധ്യസ്ഥത. അപ്പം മഹാത്മാഗാന്ധിയുടെ മീഡിയേഷനിലൂടെയാണ് ഈ സത്യാഗ്രഹം എൻഡ് ചെയ്തത്. ദ വൈക്കം സത്യാഗ്രഹ എൻഡഡ് ഓൺ November 23, 1925. 1925 നവംബർ 23 ഇത് അവസാനിച്ചത്. അപ്പോൾ എന്നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്? 1924 മാർച്ച് 30 ആരംഭിച്ചു. അടുത്ത ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടാണ് അത് അവസാനിച്ചത് അല്ലേ. 1925 നവംബർ 23 അത് അവസാനിച്ചത്. ഒരു വർഷത്തിൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിന്നു ഈ വൈക്കം സത്യാഗ്രഹം. ആസ് എ റിസൾട്ട് ഓഫ് ദ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനന്തരഫലമായിട്ട് ഓൾ ദ റോഡ്സ് ഓൺ ഓൾ 3 സൈഡ്സ് ഓഫ് ദ ടെമ്പിളിൻ്റെ എല്ലാ 3 സൈഡിലുള്ള എല്ലാ റോഡുകളും വെയർ ഓപ്പൺ ടു ഓൾ ഹിന്ദുസ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്തു. അപ്പോൾ എന്താണ്? ആസ് എ റിസൾട്ട് ഓഫ് ദി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഓൾ ദ റോഡ്സ്, എല്ലാ റോഡുകളും ഓൺ ഓൾ 3 സൈഡ്സ് ഓഫ് ദ ടെമ്പിളിൻ്റെ
3 സൈഡിലുമുള്ള എല്ലാ റോഡുകളും എന്ത് ചെയ്തു? വേർ ഓപ്പൺ ടു ഓൾ ഹിന്ദുസ്, എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്തു. എവിടെ എന്താ 3 സൈഡ്? ഒരു ടെമ്പിൾ ആകുമ്പോൾ അതിന് എത്ര സൈഡ് ഉണ്ടാവും? 4 സൈഡ് ഉണ്ടാവും അല്ലേ മൊത്തം. അതിൽ ഈ 3 സൈഡിലുള്ള റോഡുകൾ എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. പിന്നെ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എക്സെപ്റ്റ് 2 ലൈൻസ് ലീഡിങ് ടു ദ ഈസ്റ്റേൺ ഗേറ്റ്, ഈസ്റ്റേൺ കിഴക്കേ നടയിലേക്കുള്ള 2 റോഡുകൾ ഒഴികെയുള്ളത്. 2 ലൈൻസ് എന്ന് വെച്ചാൽ 2 പാതകൾ എന്നൊക്കെ ഉള്ള അർത്ഥം. അപ്പോൾ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ റോഡുകളും എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. അതാണ് അതിൻ്റെ ഫലം. ഇതെല്ലാം ഓരോന്നും ഓരോ പോയിൻ്റാണ് കേട്ടോ. ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? മാർച്ച് 30, 1924. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, KP കേശവമേനോൻ എന്നിവർ. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുമെന്നതിന് വേണ്ടിയിട്ട് മീഡിയേഷൻ വഹിച്ചതാര്? വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയേഷൻ വഹിച്ചതാരാണ്? മഹാത്മാ ഗാന്ധി. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്നാണ്? നവംബർ 23, 1925, 1925 നവംബർ 23. ഇനി വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദി വൈക്കം സത്യാഗ്രഹ? ആസ് എ റിസൾട്ട് ഓഫ് ദി വൈക്കം സത്യാഗ്രഹ all the roads on all 3 sides of the temple were open to all Hindus. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ്. വിശദീകരിക്കുക. വൈക്കം സത്യാഗ്രഹം ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന ഒരു പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, KP കേശവമേനൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഫലമായി ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, അതായത് എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു എന്നാണ് എഴുതാനുള്ളത്. ഇനി കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ എന്നും ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. എന്നിട്ട് അടുത്ത പോയിന്റ് ആയിട്ടാണ് എഴുതാനുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ എല്ലാ വിഭാഗങ്ങൾക്കുമായി തുറന്നു കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇതാണ് വൈക്കം സത്യാഗ്രഹം. ഇനി അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ വൈക്കം സത്യാഗ്രഹ അട്രാക്ട് നാഷണൽ അറ്റൻഷൻ? എന്തുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം ദേശീയ ശ്രദ്ധ ആകർഷിച്ചത്? നോക്കിയോളൂ. ദ വൈക്കം സത്യാഗ്രഹ ടുക്ക് പ്ലേസ് വെൻ ദ നാഷണൽ മൂവ്മെൻറ്റ് വാസ് ഗെയിനിങ് സ്ട്രെങ്ത്. നാഷണൽ മൂവ്മെൻറ്റ് സ്ട്രെങ്തൻ ആവുന്ന സമയത്തായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്. ദ സ്ട്രൈക്ക് എൻഡഡ് വിത്ത് ദ മീഡിയേഷൻ ഓഫ് ഗാന്ധിജി. ഈ സ്ട്രൈക്ക് അവസാനിച്ചത് ഗാന്ധിജിയുടെ മീഡിയേഷനിലായിരുന്നു, മധ്യസ്ഥതയിലായിരുന്നു. ദീസ് റീസൺസ് മെയ്ഡ് വൈക്കം സത്യാഗ്രഹ അട്രാക്ട് നാഷണൽ അറ്റൻഷൻ. ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത്. മനസ്സിലായോ? അപ്പോൾ വൈക്കം സത്യാഗ്രഹം ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹം നടന്നത് നാഷണൽ മൂവ്മെൻറ്റ് സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു. ഈ സ്ട്രൈക്ക് എൻഡ് ചെയ്തത് വിത്ത് ദ മീഡിയേഷൻ ഓഫ് ഗാന്ധിജിയുടെ മീഡിയേഷനിലൂടെയായിരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിന് ദേശീയ ശ്രദ്ധ ലഭിച്ചത്. വൈക്കം സത്യാഗ്രഹം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. കാരണമെന്ത്? ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. മാത്രമല്ല ഈ സമരം അവസാനിച്ചത് ഗാന്ധിജിയുടെ മധ്യസ്ഥതയിലൂടെ ആയിരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം ദേശീയ ശ്രദ്ധ ആകർഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഔട്ട്കം ഓഫ് ദി വൈക്കം സത്യാഗ്രഹ? വൈക്കം സത്യാഗ്രഹത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു? ഓൾ ദ റോഡ്സ് ഓൺ ഓൾ 3 sides ഓഫ് ദ ടെമ്പിൾ were open to all Hindus. അതായത് ആ ക്ഷേത്രത്തിൻ്റെ 3 സൈഡിലുമുള്ള ഓൾ ദ റോഡ്സ്, എല്ലാ റോഡുകളും വേർ ഓപ്പണായി. ആർക്ക്? ടു ഓൾ ഹിന്ദുസ്, എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. ഏതാണ്? ക്ഷേത്രത്തിൻ്റെ 3 സൈഡിലുമുള്ള എല്ലാ റോഡുകളും എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. പിന്നെ ഇവിടെ ബ്രാക്കറ്റിലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, എക്സെപ്റ്റ് 2 ലൈൻസ് ലീഡിങ് ടു ദ ഈസ്റ്റേൺ ഗേറ്റ്. ഈസ്റ്റേൺ ഗേറ്റിലോട്ട് അല്ലെങ്കിൽ കിഴക്കേ നടയിലേക്കുള്ള 2 ലൈൻസ് ഒഴികെ, ആ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെയുള്ള ആ റോഡുകളാണ് എല്ലാ ഹിന്ദുസിനും തുറന്നു കൊടുത്തത്. കിഴക്കേ നടയിലേക്കുള്ള ആ ലൈൻ എന്ന് വെച്ചാൽ പാത, ആ പാത അവർക്ക് എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തില്ല.
അപ്പോൾ വാട്ട് വാസ് ദ ഔട്ട്കം ഓഫ് ദി വൈക്കം സത്യാഗ്രഹ? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? ഓൾ ദ റോഡ്സ് ഓൺ ഓൾ 3 സൈഡ്സ് ഓഫ് ദ ടെമ്പിൾ വെയർ ഓപ്പൺ ടു ഓൾ ഹിന്ദുസ്. എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് ആ റോഡിൻ്റെ അല്ല, ടെമ്പിളിൻ്റെ 3 സൈഡിലുമുള്ള റോഡുകൾ തുറന്നു കൊടുത്തു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അനന്തരഫലം എന്ത്? ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ഗുരുവായൂർ സത്യാഗ്രഹ. അടുത്ത നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ. ദ ഗുരുവായൂർ സത്യാഗ്രഹ വാസ് എ മൂവ്മെന്റ് ദാറ്റ് ഡിമാൻഡഡ് ദാറ്റ് ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ബി അലൗഡ് ടു എൻ്റർ ദ ഗുരുവായൂർ ടെമ്പിൾ. ഗുരുവായൂർ സത്യാഗ്രഹ വാസ് എ മൂവ്മെന്റ്. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ആണ്. ദാറ്റ് ഡിമാൻഡഡ്, അത് ആവശ്യപ്പെട്ടു. എന്താവശ്യപ്പെട്ടത്? ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ബി അലൗഡ് ടു എൻ്റർ ഗുരുവായൂർ ടെമ്പിൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹ. മനസ്സിലായോ? ഗുരുവായൂർ സത്യാഗ്രഹ വാസ് എ മൂവ്മെന്റ്. ഗുരുവായൂർ സത്യാഗ്രഹ ഒരു മൂവ്മെന്റ് ആണ്, ഒരു സമരമാണ്. എന്തിനുള്ള? ദാറ്റ് ഡിമാൻഡഡ്, അത് ഡിമാൻഡ് ചെയ്തു, ആവശ്യപ്പെട്ടു. എന്താ ആവശ്യപ്പെട്ടത്? ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദു, എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കൾക്കും ബി അലൗഡ്, അനുവദിക്കണം. എന്തനുവദിക്കണം? ടു എൻ്റർ ദ ഗുരുവായൂർ ടെമ്പിൾ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടന്നതാണ്. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, ദ സത്യാഗ്രഹ ബിഗാൻ ഓൺ November 1, 1931. 1931 നവംബർ 1 ഈ സത്യാഗ്രഹം ആരംഭിച്ചത്. വിത്ത് ദ ഫോർമേഷൻ ഓഫ് എ കമ്മിറ്റി ലെഡ് ബൈ കെ കേളപ്പൻ ആൻഡ് മന്നത്ത് പത്മനാഭൻ. ഈ സത്യാഗ്രഹം അല്ലേ, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് November 1, 1931 ഏതോടുകൂടി? വിത്ത് ദ ഫോർമേഷൻ ഓഫ് എ കമ്മിറ്റി, ഒരു കമ്മിറ്റിയുടെ രൂപീകരണത്തോടു കൂടി. ആ കമ്മിറ്റി നയിച്ചതാരൊക്കെയായിരുന്നു? കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ആ കമ്മിറ്റിയെ നയിച്ചത് ആരൊക്കെയായിരുന്നു? കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നായിരുന്നു? November 1, 1931. 1931 നവംബർ 1 ഇത് ആരംഭിച്ചത്. ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കമ്മിറ്റി ആരംഭിച്ചായിരുന്നു. ആ കമ്മിറ്റി ലീഡ് ചെയ്തത് ആരൊക്കെയായിരുന്നു? കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും. The volunteer captains of the movement A.K. Gopalan and P. Krishnapillai were brutally beaten by opponents of the Satyagraha. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? A.K. ഗോപാലൻ. അപ്പോൾ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ദി മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? A.K. ഗോപാലൻ. അപ്പോൾ ഈ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന A.K. ഗോപാലിനെയും അതുപോലെ അതിൻ്റെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു നേതാവായ പി കൃഷ്ണപിള്ള എന്ന് പറയും. ഈ പി കൃഷ്ണപിള്ളയും ബ്രൂട്ടലി, വളരെ ക്രൂരമായിട്ട് ബീറ്റൻ, മർദ്ദിച്ചു. ആരാണ്? ബൈ ഒപ്പണൻസ് ഓഫ് ദി സത്യാഗ്രഹ. ഈ സത്യാഗ്രഹത്തിനെ എതിർത്തിരുന്ന ആൾക്കാർ, ഒപ്പണൻസിനെ എതിർക്കുന്നവർ. ഈ സത്യാഗ്രഹത്തിനെ എതിർക്കുന്നവർ A.K. ഗോപാലൻ. A.K. ഗോപാലൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. വോളണ്ടിയർ ക്യാപ്റ്റനായ A.K. ഗോപാലനെയും പിന്നെ പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തെയും എന്ത് ചെയ്തു? വളരെ ബ്രൂട്ടലി, ക്രൂരമായിട്ട് മർദ്ദിച്ചു. ആരാണ് മർദ്ദിച്ചത്? ഒപ്പണൻസ് ഓഫ് ദി സത്യാഗ്രഹ. ഈ സത്യാഗ്രഹത്തിൻ്റെ ഒപ്പണൻസ്, ഈ സത്യാഗ്രഹത്തിനെ എതിർക്കുന്നവർ. കെ കേളപ്പൻ began a fast unto death in front of the temple. He finally ended his fast on the instruction of Gandhiji. അതിനുശേഷം എന്ത് ചെയ്തു? ഇങ്ങനെ ഇവരെയൊക്കെ മർദ്ദിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കെ കേളപ്പൻ എന്ത് ചെയ്തു? അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് കെ കേളപ്പൻ ആരംഭിച്ചു. എന്താരംഭിച്ചു? എ ഫാസ്റ്റ് അൺടു ഡെത്ത്, മരണം വരെ നിരാഹാരം. ഫാസ്റ്റ് അൻറ്റു ഡെത്ത് എന്ന് വെച്ചാൽ മരണം വരെ നിരാഹാരം. ഫാസ്റ്റ് എന്ന് വെച്ചാൽ നിരാഹാരം, ഡെത്ത് എന്ന് വെച്ചാൽ അറിയാലോ മരണം. അപ്പോൾ ഫാസ്റ്റ് അൻറ്റു ഡെത്ത് എന്ന് വെച്ചാൽ മരണം വരെ നിരാഹാരം എന്ത് ചെയ്തു? ആരംഭിച്ചു. ഇൻ ഫ്രണ്ട് ഓഫ് ദി ടെമ്പിളിൻ്റെ മുന്നിൽ, ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കെ കേളപ്പൻ ബിഗാൻ എ ഫാസ്റ്റ് അൻറ്റു ഡെത്ത്, അല്ലെ, ഒരു മരണം വരെ നിരാഹാരം ആരംഭിച്ചു. പിന്നീട് അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? എൻഡഡ് ഹിസ് ഫാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിപ്പിച്ചു. ഓൺ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാനുണ്ടായത്. In a plebiscite conducted by the Congress to find out the public opinion on temple entry, the majority of people supported it. അതിനുശേഷം എന്ത് ചെയ്തു? കോൺഗ്രസ് ഒരു പ്ലെബിസൈറ്റ്, എന്താണ് പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ജനഹിത പരിശോധന നടത്തി, അല്ലെ, ജനഹിത പരിശോധന നടത്തി. ഇൻ എ പ്ലെബിസൈറ്റ് കണ്ടക്റ്റഡ് ബൈ ദ കോൺഗ്രസ് ഒരു പ്ലെബിസൈറ്റ് കണ്ടക്ട് ചെയ്തു, ഒരു ജനഹിതം പരിശോധന കണ്ടക്ട് ചെയ്തു. എന്തിനാണ്? ടു ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, മനസ്സിലാക്കാൻ. എന്ത് മനസ്സിലാക്കാൻ? ദ പബ്ലിക് ഒപ്പീനിയൻ അബൌട്ട് എ ടെമ്പിൾ എൻട്രി,
ടെമ്പിൾ എൻട്രി ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം, അതായത് പബ്ലിക് ഒപ്പീനിയൻ അറിയുന്നതിന് വേണ്ടിയിട്ട്, അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലെബിസൈറ്റ് കണ്ടക്ട് ചെയ്തു. ആരാണ് കണ്ടക്ട് ചെയ്തത്? കോൺഗ്രസ് കണ്ടക്ട് ചെയ്തു. എന്നിട്ട് ആ പ്ലെബിസൈറ്റിൽ എന്താ ഉണ്ടായത്? ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ സപ്പോർട്ടഡ് ഇറ്റ്. ഭൂരിപക്ഷം ജനങ്ങളും ആ ഒരു പ്ലെബിസൈറ്റിൽ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. ഈ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ സപ്പോർട്ടഡ് ഇറ്റ്. മെജോറിറ്റി ഓഫ് പീപ്പിളും ഭൂരിപക്ഷം ജനങ്ങളും അതിനെ പിന്തുണച്ചു, സപ്പോർട്ട് ചെയ്തു. ദസ് ദ ഗുരുവായൂർ സത്യാഗ്രഹ വാസ് ഏബിൾ ടു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഫേവറബിൾ ടു ടെമ്പിൾ എൻട്രി ഫോർ ഓൾ ഹിന്ദുസ്. അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹം വാസ് ഏബിൾ ടു കഴിഞ്ഞു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. എന്തിന് കഴിഞ്ഞു? ടു ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെ, ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ. എന്തിനുള്ള അന്തരീക്ഷം? ഫേവറബിൾ ടു ടെമ്പിൾ എൻട്രി ഫോർ ഓൾ ഹിന്ദുസ്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള ഒരു അനുകൂലമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഇത്രയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ കുറിച്ച്. മനസ്സിലായല്ലോ? അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് എഴുതുക. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കെ കേളപ്പൻ, മനത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ എ കെ ഗോപാലനെയും പി കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. കെ കേളപ്പൻ ക്ഷേത്രത്തിനു മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങി. ഒടുവിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഉപവാസം അവസാനിപ്പിച്ചു. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചുള്ള പൊതുജന അഭിപ്രായം അറിയുന്നതിന് വേണ്ടി നടത്തിയ ജനഹിത പരിശോധനയിൽ ഭൂരിപക്ഷം ആൾക്കാരും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുകയാണ് ഉണ്ടായത്. സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഇതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. മനസ്സിലായല്ലോ? ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു വാസ് ദ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹ? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. അടുത്തത്, എ പ്ലെബിസൈറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഗുരുവായൂർ ടെമ്പിൾ എൻട്രി. ഇൻ വിച്ച് ഏരിയ ദിസ് പ്ലെബിസൈറ്റ് കണ്ടക്റ്റഡ്? അതായത് കോൺഗ്രസ് ഒരു പ്ലെബിസൈറ്റ് കണ്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട്. ആ പ്ലെബിസൈറ്റ് കണ്ടക്ട് ചെയ്തത് ഏത് പ്രദേശത്തായിരുന്നു? ഏത് പ്രദേശത്താണ്? പൊന്നാനി താലൂക്ക്. ഏതാണ്? പൊന്നാനി താലൂക്കിലാണ് കേട്ടോ. ഈ പ്ലെബിസൈറ്റ് കണ്ടക്ട് ചെയ്തത് എവിടെയാണ്? പൊന്നാനി താലൂക്കിൽ. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിനോടനുബന്ധിച്ച് ഒരു ജനഹിത പരിശോധന നടത്തി. ഏത് പ്രദേശത്താണ് ഈ ജനഹിത പരിശോധന നടത്തിയത്? എവിടെയാണ്? പൊന്നാനി താലൂക്കിൽ. ഇനി, ഹു വാസ് ദ ലീഡർ ഹു ഫാസ്റ്റഡ് അണ്ടു ഡെത്ത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗുരുവായൂർ ടെമ്പിൾ ഡ്യൂറിംഗ് ദ ഗുരുവായൂർ സത്യാഗ്രഹ? ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഫാസ്റ്റ് അണ്ടു ഡെത്ത്, മരണം വരെ ഉപവാസം നടത്തിയ നേതാവ് ആര്? ആൻഡ് ഓൺ ഹൂസ് ഇൻസ്ട്രക്ഷൻ ഡിഡ് ഹി ഫൈനലി എൻഡ് ഹിസ് ഫാസ്റ്റ്? ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഉപവാസം അവസാനിപ്പിച്ചത് ഏത് നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? ആരായിരുന്നു ഉപവാസം നടത്തിയത്? കെ കേളപ്പൻ. അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? ഗാന്ധിജി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ മരണം വരെ ഉപവാസം നടത്തിയ നേതാവാര്? കെ കേളപ്പൻ. ഒടുവിൽ അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദി ഗുരുവായൂർ സത്യാഗ്രഹ? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഫലം എന്തായിരുന്നു? ദ ഗുരുവായൂർ സത്യാഗ്രഹ ഹെൽപ്ഡ് ടു ക്രിയേറ്റ് എ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഫോർ ദ എൻട്രി ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ടു ദ ടെമ്പിൾ. അതായത് ഓൾ സെക്ഷൻസ് ഓഫ് ദി ഹിന്ദു, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തു. മനസ്സിലായോ? ഗുരുവായൂർ സത്യാഗ്രഹ ഹെൽപ്പ് ചെയ്തു, സഹായിച്ചു. എ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ, ഒരു അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ. ടു ക്രിയേറ്റ് എ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ, ഒരു അനുകൂലമായ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ. എന്തിന്? ഫോർ ദ എൻട്രി ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ടു ദ ടെമ്പിൾ. എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കൾക്കും ആ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഗുരുവായൂർ സത്യാഗ്രഹം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഫലം എന്തായിരുന്നു? സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ദ പ്രൊട്ടസ്റ്റ് intensified, the authorities were forced to close the temple for approximately a month. ഈ പ്രതിഷേധം ഇൻറ്റൻസിഫൈഡ്, വളരെ ശക്തമായപ്പോൾ അതോറിറ്റീസ് എന്ന് വെച്ചാൽ അധികാരികൾക്ക് ആ ക്ഷേത്രം ഒരു മാസത്തോളം അടച്ചിടേണ്ടി വന്നു. ദ ടെമ്പിൾ ഹാഡ് ടു ബി ക്ലോസ്ഡ് ഫോർ എ മന്ത് ഡ്യൂ ടു ദ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം കാരണം ആ ക്ഷേത്രം ഒരു മാസത്തോളം അടച്ചിട്ടു. ഇതാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ദിസ് ഇൻസിഡൻറ്റ് വാസ് റിലേറ്റഡ് ടു വിച്ച് സത്യാഗ്രഹ മൂവ്മെൻറ്റ് that took place in Kerala?
കേരളത്തിൽ നടന്ന ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്, ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് നടന്നത്? ഒരു മാസത്തോളം ക്ഷേത്രം അടച്ചിട്ടു എന്നുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ, ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട്. സമരപരിപാടികൾ ശക്തമായതോടുകൂടി ഒരു മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. കേരളത്തിൽ നടന്ന ഏത് സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഭവം നടന്നത്? ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്തത്, ഏത് സംഭവത്തെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് നടന്നത് 1936 നവംബർ 12. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അതായത് 1936 നവംബർ 12 അനുവദിച്ച ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിച്ചതാണ്. കേരളത്തിൽ മൊത്തത്തിലല്ല, തിരുവിതാംകൂറിൽ മാത്രമാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് കേട്ടോ. അതായത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാം എന്നുള്ള ആ ഒരു വിളംബരം. അടുത്ത നോക്കിയുള്ളൂ, വിച്ച് ഈവൻറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഗാന്ധിജി ആസ് ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്? ഏത് സംഭവത്തെയാണ് ഗാന്ധിജി മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത്? ഏതാണ്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ഏതാണ്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തിയത് എന്നായിരുന്നു? 1936 നവംബർ 12. ആര്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പ്രൊട്ടസ്റ്റ് that took place in Kerala during 1947 to 1948 for the abolition of untouchability. അതായത് 1947-48 കാലഘട്ടത്തിൽ അയിത്തോച്ചാടനത്തിനായി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന സമരം ഏതാണ്? പാലിയം സത്യാഗ്രഹം. ഏതാണ്? പാലിയം സത്യാഗ്രഹം. അടുത്ത, റൈറ്റ് എ നോട്ട് അബൌട്ട് പാലിയം സത്യാഗ്രഹത്തിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. The Palyam Satyagraha of 1947 to 48 was another protest in Kerala for the abolition of untouchability. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ അയിത്തോച്ചാടനം. അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ അയിത്തം, അബോളിഷൻ എന്ന് വെച്ചാൽ അത് നിരോധിക്കുക, ഉച്ചാരണം എന്ന് വെച്ചാൽ നിരോധിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ അയിത്തോച്ചാടനം എന്നുള്ള അതാണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അയിത്തം നിരോധിക്കുക എന്നുള്ള ഒരു മീനിങ്ങേ ഉള്ളൂ കേട്ടോ. നോക്കിയുള്ളൂ, ദ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ വെയർ പ്രൊഹിബിറ്റഡ് ഫ്രം വാക്കിംഗ് ഓൺ ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെസിഡൻസ് ഓഫ് പാലിയത്തച്ചൻ അറ്റ് ചേന്ദമംഗലം ഇൻ കൊച്ചി. അതായത് മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ എന്ന് വെച്ചാൽ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ എന്നതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം മീനിങ്. അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിൽ താഴേക്കിടയിൽ നിൽക്കുന്ന ജനങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾക്കാർ, സമൂഹത്തിൽ അധസ്ഥിതർ എന്ന് മറ്റുള്ള ആൾക്കാർ വിശ്വസിക്കപ്പെടുന്ന ജനങ്ങൾ, അതാണ് എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് സെക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയോളൂ, ദ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ, ഈ മാർജിനലൈസ്ഡ് സെക്ഷൻസിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? വെയർ പ്രൊഹിബിറ്റഡ്, അവരെ തടഞ്ഞു. എന്തിനു തടഞ്ഞു? ഫ്രം വാക്കിംഗ് ഓൺ ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെസിഡൻസ് ഓഫ് പാലിയത്തച്ചൻ. പാലിയത്തച്ചൻ്റെ കൊച്ചിയിലെ ചേന്ദമംഗലത്തുള്ള പാലിയത്തച്ചൻ്റെ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ വീട്, വീടിൻ്റെ ഇൻ ഫ്രണ്ട് അല്ലേ, അതിൻ്റെ മുന്നിലൂടെയുള്ള റോഡിൽ കൂടിയുള്ള നടപ്പ്, അവരുടെ ഈ മാർജിനലൈസ്ഡ് സെക്ഷനിലുള്ള ആൾക്കാരുടെ നടത്തം തടഞ്ഞു. മനസ്സിലായോ എന്താണെന്നുള്ളത്? അപ്പോൾ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ അല്ലെ, മാർജിനലൈസ്ഡ് സെക്ഷനിലുള്ള ആൾക്കാരെ തടഞ്ഞു, പ്രൊഹിബിറ്റ് ചെയ്തു. എന്തിനു തടഞ്ഞു? വാക്കിംഗ് ഓൺ ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെസിഡൻസ് ഓഫ് പാലിയത്തച്ചൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടിയുള്ള ആ വഴിയിലൂടെ മാർജിനലൈസ്ഡ് സെക്ഷനിലുള്ള ആൾക്കാരുടെ നടത്തം തടഞ്ഞു. എവിടെയാണ് ഈ പാലിയത്തച്ചൻ്റെ വീട്? കൊച്ചിയിലെ ചേന്ദമംഗലത്ത്. കിട്ടിയല്ലോ. ഇനി നോക്കിയോളൂ, ദ പാലിയം സത്യാഗ്രഹ വാസ് ഓർഗനൈസ്ഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്. ഈ പാലിയം സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്തത് പൊളിറ്റിക്കൽ പാർട്ടീസും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസുമാണ്. പാലിയം സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ആരൊക്കെയായിരുന്നു? പൊളിറ്റിക്കൽ പാർട്ടീസ് രാഷ്ട്രീയ പാർട്ടികൾ, പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ സാമൂഹിക സംഘടനകളുമായിരുന്നു.
ദ ഗവൺമെൻറ് റെസ്പോണ്ടഡ് വിത്ത് അറസ്റ്റ് ആൻഡ് ടോർച്ചർ ടു സപ്രസ് ദ സത്യാഗ്രഹ. ഈ സത്യാഗ്രഹം സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ, അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏതൊക്കെ രീതിയിലാണ് പ്രതികരിച്ചത്? അറസ്റ്റിലൂടെയും ടോർച്ചറിലൂടെയും, മർദ്ദന മുറകളിലൂടെയും അറസ്റ്റിലൂടെയാണ് ഗവൺമെൻറ് ഇതിനെതിരെ പ്രതികരിച്ചത്. അതായത് ഈ സത്യാഗ്രഹം അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രതികരിച്ച രീതി എന്ന് പറയുന്നത്, ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആൾക്കാരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു, അവരെ നന്നായിട്ട് മർദ്ദിച്ചു, ടോർച്ചർ ചെയ്തു. അടുത്ത നോക്കിയോളൂ. ദിസ് സത്യാഗ്രഹ വാസ് ലെഡ് ബൈ സി കേശവൻ ആൻഡ് അതേഴ്സ്. സി കേശവനും പ്രധാനപ്പെട്ട നേതാവ്, പിന്നെ മറ്റുള്ള ആൾക്കാരും ചേർന്നാണ് ഈ സത്യാഗ്രഹം നയിച്ചത്, അല്ലേ? വെൻ ഓൾ ദി ടെമ്പിൾ ഇൻ കൊച്ചി വെയർ ഓപ്പൺ ടു എവരി വൺ റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്, റെസ്ട്രിക്ഷൻസ് ഓൺ വാക്കിംഗ് എലോങ് പാലിയം റോഡ് വെയർ ലിഫ്റ്റഡ്. അതായത് ഇൻ 1948, 1948, വെൻ ഓൾ ദ ടെമ്പിൾസ് ഇൻ കൊച്ചി, കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും വെയർ ഓപ്പൺ ടു എവരി വൺ, എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്തു കൊടുത്തു, തുറന്നു കൊടുത്തു. റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്, ജാതി വ്യത്യാസമില്ലാതെ കൊച്ചിയിലെ എല്ലാ ടെമ്പിളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തു. റെസ്ട്രിക്ഷൻസ് ഓൺ വാക്കിംഗ് എലോങ് പാലിയം റോഡ് വെയർ ലിഫ്റ്റഡ്. ആ സമയത്ത് പാലിയം റോഡ് വഴിയുള്ള റെസ്ട്രിക്ഷൻസ്, തടസ്സവും എന്ത് ചെയ്തു? ലിഫ്റ്റ് ചെയ്തു, അതും എടുത്തു കളഞ്ഞു. മനസ്സിലായോ? റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ചാൽ തടസ്സങ്ങൾ. ഓൺ വാക്കിംഗ് എലോങ് പാലിയം റോഡ് വഴിയുള്ള വാക്ക് ചെയ്യാൻ, അല്ലെ, പാലിയം റോഡ് വഴിയുള്ള നടത്തത്തിനുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ്, അതിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ചാൽ തടസ്സങ്ങളും എന്ത് ചെയ്തു? വെയർ ലിഫ്റ്റഡ്, അതും എടുത്തു കളഞ്ഞു. അങ്ങനെ അപ്പം പാലിയം റോഡ് വഴി എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് നടക്കാം. അപ്പോൾ അതാണ് നടന്നത്. അതാണ് പാലിയം സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. 47-48 കാലഘട്ടത്തിലാണ് ഈ പാലിയം സത്യാഗ്രഹം നടന്നത്. പാലിയം സത്യാഗ്രഹത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. അപ്പം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു ഏതെന്ന് പറയുന്നത്? പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്, അല്ലേ? വൈക്കം സത്യാഗ്രഹം പോലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ വെയർ ദ ടെമ്പിൾ ഓഫ് കൊച്ചി ഓപ്പൺ ടു ഓൾ റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്. അതായത് ജാതി ഭേദമന്യേ എല്ലാവർക്കുമായിട്ട് കൊച്ചിയിലെ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തത് ഏത് വർഷമാണ്? 1948. എന്നാൽ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തത്, അതാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തിയത്, അല്ലേ, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഏത് വർഷമായിരുന്നു? 1936 നവംബർ 12, അല്ലേ? അതായത് 1936 തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി, അല്ലേ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തി. എന്നാൽ കൊച്ചിയിലെ ക്ഷേത്രങ്ങളിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചത് ഏത് വർഷമായിരുന്നു? 1948. അടുത്തത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. സ്ട്രഗിൾസ് ഫോർ സിവിൽ റൈറ്റ്സ്, പൗരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ. അടുത്തത് സിറ്റുവേഷൻ, അതിലോട്ട് നയിച്ച സിറ്റുവേഷൻസ്. ഒന്നാമത്തത് അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ എന്ന് വെച്ചാൽ മേൽമുണ്ട് സമരം. അതിലോട്ട് നയിച്ച സാഹചര്യം എന്താണ്? ബാൻ ഓൺ വെയറിങ് ക്ലോത്ത്സ്, ഈ വസ്ത്രം ധരിക്കാനുള്ള, വസ്ത്രധാരണത്തിനുള്ള വിലക്ക്, അതിന് വേണ്ടിയിട്ട് നടന്ന ഒരു സമരമായിരുന്നു അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ. അതുപോലെ അടുത്തത് വൈക്കം സത്യാഗ്രഹം തന്നിട്ടുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം തന്നിട്ടുണ്ട്, പാലിയം സത്യാഗ്രഹം തന്നിട്ടുണ്ട്. എന്തിനായിരുന്നു വൈക്കം സത്യാഗ്രഹം നടത്തിയത്? എഗൈൻസ്റ്റ് ഡിനിയൽ ഓഫ് ഫ്രീഡം ഓഫ് ട്രാവലിങ്ങിന്, അല്ലേ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം നൽകിയില്ല, അല്ലേ, സഞ്ചാര സ്വാതന്ത്ര്യം നൽകിയില്ല, അതിനെതിരായിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം നടത്തിയത്. അടുത്ത ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിൽ എഗൈൻസ്റ്റ് ഡീനിയൽ ഓഫ് ടെമ്പിൾ എൻട്രി, ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്ത പാലിയം സത്യാഗ്രഹം എന്തായിരുന്നു? അഗൈൻസ്റ്റ് ഡിനിയൽ ഓഫ് ഫ്രീഡം ഓഫ് ട്രാവലിംഗ്, അത് ട്രാവലിംഗ് ഫ്രീഡം, അല്ലേ, അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന സമരം, അതായിരുന്നു പാലിയം സത്യാഗ്രഹം. ഓക്കെ ആണല്ലോ? നോക്കിയുള്ളൂ, ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, സാഹചര്യം, മേൽമുണ്ട് സമരം, വസ്ത്രധാരണ വിലക്ക്, അല്ലേ, അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ,
അതായത് അപ്പർ ക്ലോത്ത് ധരിക്കാൻ വേണ്ടിയിട്ട് ചാന്ത സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് നടന്നതായിരുന്നു ഏത് മേൽമുണ്ട് സമരം. അപ്പോൾ വസ്ത്രധാരണ വിലക്കിനെതിരെ. അടുത്ത വൈക്കം സത്യാഗ്രഹമാണെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെ. ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിൽ ക്ഷേത്രപ്രവേശനം നിഷേധിച്ചതിനെതിരെ. പാലിയം സത്യാഗ്രഹമാണെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെ. അടുത്തത് ദ നാഷണൽ മൂവ്മെൻറ്റ് വാസ് സ്ട്രോങ്ങർ ഇൻ മലബാർ ദെൻ ഇൻ അതർ പാർട്സ് ഓഫ് കേരള. വൈ? നാഷണൽ മൂവ്മെൻറ്റ് ദേശീയ പ്രസ്ഥാനം കേരളത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ വളരെ ശക്തമായിരുന്നു. എന്തുകൊണ്ട്? ദ നാഷണൽ മൂവ്മെൻറ്റ് വാസ് മോർ ആക്റ്റീവ് ഇൻ മലബാർ ദെൻ ഇൻ അതർ പാർട്സ് ഓഫ് കേരള. കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നാഷണൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം വളരെ ആക്റ്റീവായിരുന്നു. എവിടെ? മലബാറിൽ. The creation of the Malabar District Congress Committee and the activities of the Home Rule League made the national movement stronger. എങ്ങനെയാണ് മലബാറിലെ നാഷണൽ മൂവ്മെൻറ്റ് കൂടുതൽ സ്ട്രോങ്ങർ ആവാനുള്ള കാരണം? ഈ മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണം, അത്. പിന്നെന്താണ്? ആൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗിൻ്റെ ആക്ടിവിറ്റീസ്, ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളുമാണ് നാഷണൽ മൂവ്മെൻറ്റ് മലബാറിൽ സ്ട്രോങ്ങർ ആകാനുള്ള കാരണം. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഖിലാഫത്ത് ആൻഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് റിസീവ്ഡ് സ്ട്രോങ് സപ്പോർട്ട് ത്രൂ ഔട്ട് മലബാർ. മലബാറിലുടനീളം, ത്രൂ ഔട്ട് മലബാർ എന്ന് വെച്ചാൽ മലബാറിലുടനീളം ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനും അതുപോലെ ഖിലാഫത്തിനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു പിന്തുണ ലഭിച്ചു. ആസ് പാർട്ട് ഓഫ് ദി സ്ട്രഗിൾ, ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ്? പീപ്പിൾ ബോയ്ക്കോട്ടഡ് ഫോറിൻ മെയ്ഡ് ഗുഡ്സ്, കോർട്സ്, സ്കൂൾസ് ആൻഡ് അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏത്? ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമരം, ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ, പീപ്പിൾ എന്ത് ചെയ്തു? ബോയ്ക്കോട്ടഡ് എന്ന് വെച്ചാൽ ബഹിഷ്കരിച്ചു. എന്തൊക്കെ ബഹിഷ്കരിച്ചു? ഫോറിൻ മെയ്ഡ് ഗുഡ്സ്, വിദേശ നിർമ്മിത വസ്തുക്കൾ. പിന്നെന്താണ്? കോർട്സ്, കോടതികൾ. സ്കൂളുകൾ ആൻഡ് അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ. ഇതൊക്കെ എന്ത് ചെയ്തു? ആൾക്കാർ ഉപേക്ഷിച്ചു. ദ സ്ട്രൈക്ക് വിറ്റ്നസ്ഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ ആൻഡ് സ്റ്റുഡൻസ്. ഈ സ്ട്രൈക്ക്, ഈ സമരം സാക്ഷ്യം വഹിച്ചു. വിറ്റ്നസ്ഡ് എന്ന് വെച്ചാൽ സാക്ഷ്യം വഹിച്ചു. എന്തിന് സാക്ഷ്യം വഹിച്ചു? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ ആൻഡ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെയും സ്ത്രീകളുടെയും, അല്ലെ, കുട്ടികളുടെയും സ്ത്രീകളുടെയും വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷന്, അല്ലെ, ആക്റ്റീവായിട്ടുള്ള പങ്കെടുക്കലിന് ഈ ഒരു സമരം സാക്ഷ്യം വഹിച്ചു. ഇവിടെ ഈ മലബാറിൽ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾക്ക് സ്ത്രീകളും കുട്ടികളും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ പ്രൊമിനന്റ് ലീഡേഴ്സ് ഡ്യൂറിംഗ് ദ ടൈം വെയർ സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാല മേനോൻ, കെ പി കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി ആൻഡ് മൊയ്യാരത്ത് ശങ്കരൻ. അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന സമരങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ദ പ്രോമിനന്റ് ലീഡേഴ്സ് അല്ലെങ്കിൽ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? പ്രധാന നേതാക്കൾ ആ സമയത്തുള്ള സി കുഞ്ഞിരാമ മേനോൻ. ആരാണ്? സി കുഞ്ഞിരാമ മേനോൻ, ഒരാൾ. അടുത്തത് കെ കേളപ്പൻ, പിന്നെ യു ഗോപാല മേനോൻ, പിന്നെ കെ പി കേശവ മേനോൻ, പിന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, പിന്നെ ഇ മൊയ്തു മൗലവി, പിന്നെ മൊയ്യാരത്ത് ശങ്കരൻ. അപ്പോൾ ആരൊക്കെയാണ്? ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന സമയത്ത് മലബാറിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാല മേനോൻ, കെ പി കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി ആൻഡ് മൊയ്യാരത്ത് ശങ്കരൻ എന്നിവരായിരുന്നു. അടുത്തത്, സോൾട്ട് സത്യാഗ്രഹ വാസ് ഹെൽഡ് അക്രോസ് ഇന്ത്യ ആസ് പാർട്ട് ഓഫ് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം വാസ് ഹെൽഡ് അക്രോസ് ഇന്ത്യ. ഇന്ത്യ മുഴുവൻ, ഇന്ത്യയിലെമ്പാടും നടന്നു. സോൾട്ട് സത്യാഗ്രഹം നടന്നു. ദ സെൻറ്റർ ഓഫ് ദി സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള വാസ് പയ്യന്നൂർ ഇൻ മലബാർ. മലബാറിലെ പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ദ സത്യാഗ്രഹ വാസ് ലെഡ് ബൈ കെ കേളപ്പൻ ഇൻ പയ്യന്നൂർ. ഈ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. പയ്യന്നൂർ എവിടെയാണ്? മലബാർ റീജിയനിലാണ്. അപ്പോൾ മലബാറിലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? കെ കേളപ്പൻ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്ത് നമ്മൾ എഴുതേണ്ടത്. നോക്കോളൂ, മലയാളം മീഡിയം. കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. കാരണമെന്ത്? കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കി. ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തമുണ്ടായിരുന്നു. സി കുഞ്ഞിരാമ മേനോൻ,
കെ കേളപ്പൻ, യു ഗോപാലമേനോൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയാരത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ. നിയമലംഘന സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം ഉപ്പു സത്യാഗ്രഹം നടന്നു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു. കെ കേളപ്പനാണ് പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹം നയിച്ചത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, വെയർ വാസ് ദ സെന്റർ ഓഫ് ദി സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള ആൻഡ് ഹു വാസ് ദ ലീഡർ ഹു ലെഡ് ദ സോൾട്ട് സത്യാഗ്രഹ ദെയർ? അതായത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? അവിടെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരായിരുന്നു? എവിടെയായിരുന്നു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം? പയ്യന്നൂർ ഇൻ മലബാർ. മലബാറിലെ പയ്യന്നൂർ. ഇനി അവിടെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരായിരുന്നു? കെ കേളപ്പൻ. കെ കേളപ്പൻ. അടുത്ത, ഹു ലെഡ് ദ സോൾട്ട് സത്യാഗ്രഹ ഇൻ കോഴിക്കോട് കേരള? കേരളത്തിലെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരായിരുന്നു? മുഹമ്മദ് അബ്ദു റഹ്മാൻ സാഹിബ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനും. അടുത്ത, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ സോൾട്ട് സത്യാഗ്രഹ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള. കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ചൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. ദ സെന്റർ ഓഫ് ദി സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള വാസ് പയ്യന്നൂർ ഇൻ മലബാർ. മലബാറിലെ പയ്യന്നൂരായിരുന്നു കേരളത്തിന്റെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത്. കെ കേളപ്പൻ ലെഡ് ദ സത്യാഗ്രഹ. കെ കേളപ്പനായിരുന്നു ഈ സത്യാഗ്രഹം നയിച്ചത്. സത്യാഗ്രഹീസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് കേരള റീച്ച്ഡ് ദ ബീച്ച് അറ്റ് പയ്യന്നൂർ ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇറ്റ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സത്യാഗ്രഹീസ്, അതായത് സത്യാഗ്രഹം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സത്യാഗ്രഹീസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് കേരള, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സത്യാഗ്രഹീസ് എന്ത് ചെയ്തു? റീച്ച് ദ ബീച്ച് അറ്റ് പയ്യന്നൂർ. പയ്യന്നൂരിലെ ബീച്ചിൽ എത്തിച്ചേർന്നു. ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇറ്റ്. എന്നിട്ട് ഇതിൽ പങ്കാളികളായി, അല്ലേ? അതായത് ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഇൻ അഡീഷൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ ലെഡ് ദ സോൾട്ട് സത്യാഗ്രഹ ഓൺ ദ ബീച്ച് അറ്റ് കോഴിക്കോട്. കോഴിക്കോട് ബീച്ചിൽ സോൾട്ട് സത്യാഗ്രഹത്തിന് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് ലെഡ് ചെയ്തത് എന്ന് വെച്ചാൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ ആയിരുന്നു. ദ പീപ്പിൾ ഹു ഗ്യാതേർഡ് ദെയർ ഹാഡ് ടു ബി ബ്രൂട്ടലി ബീറ്റൺ ബൈ ദ പോലീസ്. അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ ഈ പോലീസുകാരെന്ത് ചെയ്തു? ബ്രൂട്ടലി എന്ന് വെച്ചാൽ വളരെ ക്രൂരമായിട്ട് ബീറ്റൺ ചെയ്തു, മർദ്ദിച്ചു. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്, പിക്കറ്റിംഗ് ഓഫ് ലിക്കർ ഷോപ്സ് ആൻഡ് ഖാദി ക്യാമ്പയിൻ വേർ പാർട്ട് ഓഫ് ദ സ്ട്രഗിൾ. ഈ സ്ട്രഗിളിൻ്റെ അല്ലെ ഈ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മറ്റുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്, അല്ലേ? വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണം. പിന്നെ പിക്കറ്റിംഗ് ദ ലിക്കർ ഷോപ്സ് അല്ലേ, മദ്യശാലകളുടെ പിക്കറ്റിംഗ്. പിന്നെ ഖാദി ക്യാമ്പയിൻ, ഖാദി വസ്ത്രപ്രചരണം, ഇതൊക്കെയായിരുന്നു. മനസ്സിലായല്ലോ? അപ്പം നോക്കിയോ മലയാളം മീഡിയം. കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു. കെ കേളപ്പനാണ് സത്യാഗ്രഹം നയിച്ചത്. കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെ കടപ്പുറത്തേക്ക് എത്തിച്ചേരുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. കൂടാതെ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹികൾ കോഴിക്കോട് കടപ്പുറത്തും നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പോലീസിന്റെ ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങും ഖാദി പ്രചരണവും സമരത്തിന്റെ ഭാഗമായി നടന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് എഴുതാനുള്ളത്. അടുത്തത്, വാട്ട് വെയർ ദ ആക്ഷൻ പ്രോഗ്രാംസ് ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഇൻ മലബാർ? പ്രിപ്പയർ എ നോട്ട്. അതായത് മലബാറിലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ നിയമലംഘന സമരത്തിന്റെ പ്രവർത്തന പരിപാടികൾ എന്തെല്ലാം? അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയോളൂ. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ നിയമലംഘന സമരം എന്ന് പറയും. അതായത് നിയമം ലംഘിക്കുന്ന സമരം, അതായത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങൾ ലംഘിക്കുക, ഇന്ത്യക്കാരെ ലംഘിക്കുന്നു, അതാണ് നിയമലംഘനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഇത് കൊണ്ടുവന്നതാരാണ്? മഹാത്മാഗാന്ധി. കേട്ടോ, നോക്കിയോളൂ. ദ ആക്ഷൻ പ്രോഗ്രാംസ് ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഇൻ മലബാർ ആർ. മലബാറിലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഒന്ന്, സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹം. ഉപ്പിന് ഈ ബ്രിട്ടീഷുകാർ അതിഭീകരമായിട്ട് നികുതി കൂട്ടി. അതായത് ഉപ്പ് വാങ്ങണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാശ് നൽകണം. അപ്പോൾ അതിനെതിരെയായിട്ടാണ് സോൾട്ട് സത്യാഗ്രഹം നടത്തിയത്. പിന്നെ ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്, അല്ലെ, നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ക്ലോത്ത്സിനെ, വിദേശ വസ്ത്രങ്ങളെ ബോയ്ക്കോട്ട് ചെയ്യുക, ബഹിഷ്കരിക്കുക. അപ്പോൾ ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്. അടുത്തത് പിക്കറ്റിംഗ് ഓഫ് ലിക്കർ ഷോപ്സ്. മദ്യഷാപ്പുകളൊക്കെ അവർ ഒരുപാട് തുടങ്ങി. അപ്പോൾ ആ ഷാപ്പുകൾ എന്ത് ചെയ്തു? പിക്കറ്റ് ചെയ്തു. പിക്കറ്റിംഗ് ലിക്കർ ഷോപ്സ്. അടുത്തത് ഖാദി ക്യാമ്പയിൻ. ഖാദി വസ്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഖാദിയുടെ പ്രചരണം.
അപ്പോൾ ഇത്രയായിരുന്നു ദ ആക്ഷൻ പ്രോഗ്രാംസ് ഓഫ് ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മലബാറിലെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയായിരുന്നു? 1 സോൾട്ട് സത്യാഗ്രഹ, 2 ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്, 3 പിക്കറ്റിംഗ് ഓഫ് ലിക്കർ ഷോപ്സ്, 4 ഖാദി ക്യാമ്പയിൻ. നോക്കിയോളൂ, ഇനി ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷനാണ്. The center of the salt satyagraha in Kerala as part of the civil disobedience movement was പയ്യന്നൂർ in Malabar. കേരളത്തിൽ ഈ സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത് ഈ സോൾട്ട് സത്യാഗ്രഹം എന്തിൻ്റെ ഭാഗമായിട്ടുള്ള ആസ് പാർട്ട് ഓഫ് ദി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ്. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായുള്ള സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ കേരളത്തിലെ സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? പയ്യന്നൂർ ഇൻ മലബാർ. മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു. ഇറ്റ് വാസ് ലെഡ് ബൈ കെ കേളപ്പൻ. ഇത് നയിച്ചതാരായിരുന്നു? കെ കേളപ്പൻ. അതായത് പയ്യന്നൂരിലെ സോൾട്ട് സത്യാഗ്രഹം ലീഡ് ചെയ്തത് കെ കേളപ്പനായിരുന്നു. സത്യാഗ്രഹീസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് കേരള റീച്ച്ഡ് ദ ബീച്ച് അറ്റ് പയ്യന്നൂർ ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സോൾട്ട് സത്യാഗ്രഹ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സത്യാഗ്രഹീസ് എന്ന് വെച്ചാൽ സത്യാഗ്രഹം ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്തു? പയ്യന്നൂർ ബീച്ചിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ഈ സോൾട്ട് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദ കോഴിക്കോട് സോൾട്ട് സത്യാഗ്രഹ വാസ് ലെഡ് ബൈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കോഴിക്കോട് സോൾട്ട് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. ഇത്രയാണ് സോൾട്ട് സത്യാഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ആസ് പാർട്ട് ഓഫ് ദി ബോയ്ക്കോട്ട് ആക്ടിവിറ്റീസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നടന്ന ബോയ്ക്കോട്ട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ പീപ്പിൾ ബോയ്ക്കോട്ടഡ് ഫോറിൻ മെയ്ഡ് ഗുഡ്സ്. ആൾക്കാർ എന്ത് ചെയ്തു? ഫോറിൻ മെയ്ഡ് ഗുഡ്സിനെ അല്ലെങ്കിൽ വിദേശ വസ്തുക്കൾ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു, ബഹിഷ്കരിച്ചു. പിന്നെന്ത് ചെയ്തു? കോർട്സ്, സ്കൂൾസ് ആൻഡ് അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മാത്രമല്ല ഫോറിൻ മെയ്ഡ് ഗുഡ്സ് ബഹിഷ്കരിച്ചു, അല്ലേ? ബോയ്ക്കോട്ട് ചെയ്തു. ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ബഹിഷ്കരിക്കുക. ബോയ്ക്കോട്ട് ചെയ്തു. പിന്നെ കോടതികൾ ബഹിഷ്കരിച്ചു. സ്കൂളുകൾ ബഹിഷ്കരിച്ചു. പിന്നെ മറ്റുള്ള ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ബഹിഷ്കരിച്ചു. ദ സ്ട്രൈക്ക് വിറ്റ്നസ്ഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ആൻഡ് സ്റ്റുഡൻസ്. വിമൻ്റെയും സ്റ്റുഡൻസിൻ്റെയും വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഈ ഒരു സ്ട്രൈക്ക് വിറ്റ്നസ് ചെയ്തു, സാക്ഷ്യം വഹിച്ചു. ഈ പോയിൻ്റൊക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മലബാറിലെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആക്ഷൻ പ്രോഗ്രാംസ്, പ്രവർത്തന പരിപാടികളെന്ന് പറയും. നോക്കിയുള്ളൂ, മലബാറിലെ നിയമലംഘന സമരത്തിൻ്റെ പ്രവർത്തന പരിപാടികൾ എന്തൊക്കെയായിരുന്നു? കുറിപ്പ് തയ്യാറാക്കുക. മലബാറിലെ നിയമലംഘന സമരത്തിൻ്റെ പ്രവർത്തന പരിപാടികൾ ഉപ്പു സത്യാഗ്രഹം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം എന്നിവയായിരുന്നു. അടുത്ത പാരഗ്രാഫായിട്ടാണ് അടുത്ത എഴുതാനുള്ളത്. നിയമലംഘന സമരങ്ങളുടെ ഭാഗമായ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേരളത്തിലെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പൻ. കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും സത്യാഗ്രഹികൾ പയ്യന്നൂരിലെത്തുകയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കാളികളാകുകയും ചെയ്തു. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു. ഈ സമരത്തിന്റെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തമുണ്ടായിരുന്നു. അടുത്തത്, വെൻ വാസ് ഗാന്ധിജീസ് ഫസ്റ്റ് വിസിറ്റ് ടു കേരള, വേർ ഇറ്റ് വാസ്. ഗാന്ധിജിയുടെ കേരളത്തിലേക്കുള്ള ആദ്യത്തെ വിസിറ്റ് എവിടെയായിരുന്നു? 1920. 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്. എവിടെയാണ് അദ്ദേഹം വന്നത്? കോഴിക്കോട്. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം എവിടെയായിരുന്നു? 1920 കോഴിക്കോട്. പ്രിപ്പയർ എ നോട്ട് ഡിസ്കസിംഗ് ഹൗ ദ മലബാർ റെബല്യൻ ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഈ മലബാർ റെബല്യൻ അല്ലെങ്കിൽ മലബാർ കലാപം ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായി വിലയിരുത്തുന്നു. കാരണമെന്ത്? അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. The Malabar Rebellion was an important event in the history of the Indian freedom struggle. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഹിസ്റ്ററിയിൽ, ചരിത്രത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഈവൻറ്റ്, ഒരു പ്രധാന സംഭവമായിരുന്നു മലബാർ റെബല്യൻ അല്ലെങ്കിൽ മലബാർ കലാപം. ഇറ്റ് വാസ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ആൻഡ് ആൻറ്റി ലാൻഡ് ലോഡ് മൂവ്മെൻറ്റ് ഇൻ മലബാർ. മലബാറിലെ ബ്രിട്ടീഷുകാർക്കെതിരെയും ഭൂവുടമകൾക്കെതിരെയും ലാൻഡ് ലോഡിനെതിരെയുമുള്ള ഒരു കലാപമായിരുന്നു ഈ മലബാർ റെബല്യൻ എന്ന് പറയുന്നത്. When the non-cooperation Khilafat movement was joined by the Tenant movement that was active in Malabar, it evolved into Malabar Rebellion. അതായത് മലബാറിൽ ആക്റ്റീവായിരുന്ന, ദാറ്റ് വാസ് ആക്റ്റീവ് ഇൻ മലബാർ, അല്ലേ? മലബാറിൽ ആക്റ്റീവായിരുന്ന ടെനൻ മൂവ്മെൻറ്റ്. ടെനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെനൻ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ കുടിയായ്മ പ്രസ്ഥാനം എന്ന് പറയാം. കുടിയായ്മ പ്രസ്ഥാനം. ടെനൻ്റ് എന്ന് വെച്ചാൽ കുടിയാന്മാർ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ടെനൻ മൂവ്മെൻറ്റ്, ഈ കുടിയാന്മാർ എന്ന് വെച്ചാൽ ആരാണെന്നറിയാമോ? ഈ ഭൂപ്രഭുക്കന്മാരുടെ ഭൂമിയിൽ
കൃഷി ചെയ്യുന്ന ആൾക്കാരെ, കർഷകരെയാണ് നമ്മൾ ടെനൻ്റ് അല്ലെങ്കിൽ കുടിയാന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെനൻ്റ് മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ കുടിയായ്മ പ്രസ്ഥാനം. അപ്പോൾ മലബാറിൽ വളരെ ആക്റ്റീവായിരുന്ന ടെനൻ്റ് മൂവ്മെൻറ്റ് ജോയിൻ ചെയ്തു. ഏതുമായിട്ട് ജോയിൻ ചെയ്തു? നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് ഈ ടെനൻ്റ് മൂവ്മെൻറ്റ് ജോയിൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇറ്റ് ഇവോൾവ് ഇൻ ടു ദ മലബാർ റെബല്യൻ. അങ്ങനെ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്താണ് മലബാർ കലാപമായിട്ട് ഇവോൾവ് ആയത്, പരിണമിച്ചത്. മനസ്സിലായോ ആ പറഞ്ഞ സെൻറ്റൻസുകൾ? എന്താണ്? വെൻ ദ നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ് വാസ് ജോയിൻഡ് ബൈ ദ ടെനൻ്റ് മൂവ്മെൻറ്റ് ദാറ്റ് വാസ് ആക്റ്റീവ് ഇൻ മലബാർ. മലബാറിൽ ആക്റ്റീവായിരുന്ന ടെനൻ്റ് മൂവ്മെൻറ്റ് ജോയിൻ ചെയ്തു. എന്തുമായിട്ട് ജോയിൻ ചെയ്തു? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ടും ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ടും ജോയിൻ ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇറ്റ് ഇവോൾവ് ഇൻ ടു മലബാർ റെബല്യൻ. അങ്ങനെ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പോൾ അത് മലബാർ കലാപമായി ഇവോൾവായി, പരിണമിച്ചു. ഓക്കെ, മലബാർ റെബല്യനായിട്ട് പരിണമിച്ചു. അടുത്ത സെൻറ്റൻസ്, ഇൻ 1921 ദ റെബല്യൻ സ്പ്രെഡ് ടു ദ താലൂക്സ് ഓഫ് ഏറനാട്, വള്ളുവനാട് ആൻഡ് പൊന്നാനി. 1921 ഈ റെബല്യൻ, ഈ ഒരു കലാപം സ്പ്രെഡ് ചെയ്തു, എന്ന് വെച്ചാൽ വ്യാപിച്ചു. എവിടെയൊക്കെ വ്യാപിച്ചു? താലൂക്സ് ഓഫ്, ഏതൊക്കെ താലൂക്കുകളിലാണ് വ്യാപിച്ചത്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. ഏറനാട് താലൂക്കിലും വള്ളുവനാട് താലൂക്കിലും പൊന്നാനി താലൂക്കിലും ഈ ഒരു കലാപം വ്യാപിച്ചു. മെനി പീപ്പിൾ, ഒരുപാട് ജനങ്ങൾ, ഇൻക്ലൂഡിങ് ലാൻഡ് ലോഡ്സ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് റെബല്യസ് പെസൻസ് ലോസ്റ്റ് ദെയർ ലീവ്സ്. ഒരുപാട് ജനങ്ങൾക്ക് അവരുടെ ലോസ്റ്റ് ദെയർ ലീവ്സ്, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. എങ്ങനെയുള്ള ജനങ്ങൾക്കാണ് ഇൻക്ലൂഡിങ്? അതിലുൾപ്പെടുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ലാൻഡ് ലോഡ്സ്, ഭൂപ്രഭുക്കന്മാർക്ക്, പിന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, ആൻഡ് റെബല്യസ് പെസൻസ്. റെബല്യസ് പെസൻസ് എന്ന് വെച്ചാൽ വിപ്ലവകാരികളായ കർഷകർക്ക്, അല്ലെ, ഈ വിപ്ലവത്തിൽ പങ്കെടുത്ത കർഷകർക്ക്. അപ്പോൾ പെസൻസ് എന്ന് വെച്ചാൽ കർഷകർ. ആ കർഷകർ പല വിധത്തിലുണ്ടായിരുന്നു. ഈ വിപ്ലവത്തിൽ പങ്കെടുത്ത കർഷകരുണ്ടായിരുന്നു, പങ്കെടുക്കാത്ത കർഷകരുണ്ടായിരുന്നു. അപ്പോൾ ഈ റെബല്യസ് കർഷകർ എന്ന് പറയുമ്പോൾ ഈ വിപ്ലവത്തിൽ പങ്കെടുത്ത കർഷകർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആർക്കൊക്കെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്? ലാൻഡ് ലോഡ്സിന്, ഗവൺമെൻറ് ഒഫീഷ്യൽസിന്, റെബല്യസ് പെസൻസിന്, അല്ലെ, വിപ്ലവത്തിൽ പങ്കെടുത്ത പെസൻസിന്, കർഷകർക്ക് ഒക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് സപ്രസ്ഡ് ദ റെബല്യൻ യൂസിങ് ദ മലബാർ സ്പെഷ്യൽ പോലീസ് ആൻഡ് ദ ആർമി. ഈ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഈ വിപ്ലവത്തെ, ഈ റെബല്യനെ, അല്ലെ, ഈ ഒരു കലാപത്തെ സപ്രസ് ചെയ്തു, അടിച്ചമർത്തി. എന്തുപയോഗിച്ച്? യൂസിങ് മലബാർ സ്പെഷ്യൽ പോലീസ്, മലബാർ സ്പെഷ്യൽ പോലീസിനെ ഉപയോഗപ്പെടുത്തിയും ആൻഡ് ദ ആർമി, പിന്നെ ആർമിയെ ഉപയോഗപ്പെടുത്തിയും ബ്രിട്ടീഷുകാർ ഈ ഒരു വിപ്ലവത്തെ, ഈ ഒരു റെബല്യനെ സപ്രസ് ചെയ്തു, അടിച്ചമർത്തി. പ്രൊമിനൻറ്റ് എമംഗ് ദോസ് ഹൂ ലെഡ് ദ മലബാർ റെബല്യൻ വെയർ. ഈ മലബാർ കലാപത്തെ നയിച്ചവരിൽ പ്രധാനികളായിരുന്നു ആരെല്ലാം? അലി മുസലിയാർ. ആരാണ്? അലി മുസലിയാർ. പിന്നെ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ്. മലബാർ റെബല്യൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കാം. ആരൊക്കെയാണ്? അലി മുസലിയാർ, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആൻഡ് MP നാരായണ മേനോൻ. പിന്നെ ആരാണ്? MP നാരായണ മേനോൻ. ഇവരൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട, ഈ മലബാർ റെബല്യനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലീഡേഴ്സ്, പ്രോമിനൻറ്റ് ലീഡേഴ്സ്. മനസ്സിലായോ? ഒത്തിരിയാണ് മലബാർ റെബല്യനെ കുറിച്ച്. അപ്പോൾ മലബാർ റെബല്യനിലെ പ്രോമിനൻറ്റ് ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? അലി മുസലിയാറും MP നാരായണ മേനോനും പിന്നെ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മനസ്സിലായോ മലബാർ കലാപം? അടുത്ത, മലബാർ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായി മാറിയത് എങ്ങനെയെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു മലബാർ കലാപം. നിസ്സഹകരണ സമരവും ഖിലാഫത്ത് സമരവും മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും കൂടി ചേർന്നപ്പോൾ അത് മലബാർ കലാപമായി പരിണമിച്ചു. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്. മലബാർ കലാപം വ്യാപിച്ചിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ താലൂക്കുകളിൽ. ജന്മിമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കലാപത്തിലേർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് കലാപം അടിച്ചമർത്തി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു അലി മുസലിയാർ, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ എന്നിവർ. മനസ്സിലായല്ലോ? അടുത്തത്, വെൻ ഡിഡ് ദ മലബാർ റെബല്യൻ ടേക്സ് പ്ലേസ്, ഇൻ വിച്ച് ഏരിയാസ് ഡിഡ് ദിസ് റെബല്യൻ സ്പ്രെഡ്. ഏത് വർഷമാണ് മലബാർ കലാപം നടന്നത്? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇത് വ്യാപിച്ചത്, ഈ കലാപം വ്യാപിച്ചത്? നോക്കുള്ളൂ. ഇൻ 1921 1921 മലബാർ കലാപം നടന്നത്. ദ റെബല്യൻ സ്പ്രെഡ് ടു ദ താലൂക്സ്. ഈ മലബാർ കലാപം വ്യാപിച്ചിരുന്ന താലൂക്കുകൾ ഏതൊക്കെയാണ്? ഏറനാട്, വള്ളുവനാട് ആൻഡ് പൊന്നാനി. അപ്പം മലബാർ കലാപം നടന്നതെന്ന് 1921. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കലാപം വ്യാപിച്ചത്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത്.
അടുത്ത ക്വസ്റ്റ്യനെ 59ാമത്തെ ക്വസ്റ്റ്യനാണ്. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഹു വെയർ ദ മെയിൻ ലീഡേഴ്സ് ഹു ലെഡ് ദ മലബാർ റെബലിയൻ? മലബാർ റെബലിയൻ നയിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? അലി മുസലിയാർ, വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ. ആരൊക്കെയാണ്? അലി മുസലിയാർ, വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആൻഡ് MP നാരായണ മേനോൻ. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 9. വെൻ ഡിഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട്? 1942. 1942 ഓഗസ്റ്റ് 9. അടുത്തത്, ഹു ഡിഡ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് യൂസ് ടു സപ്രസ് ദ മലബാർ റെബലിയൻ? ഈ മലബാർ കലാപം ഉണ്ടല്ലോ, ഈ മലബാർ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് ആരൊക്കെയാണ്? ആരെ ഉപയോഗിച്ചാണ് ബ്രിട്ടീഷുകാർ ഈ മലബാർ കലാപം അടിച്ചമർത്തിയത്? ആരൊക്കെയാണ്? മലബാർ സ്പെഷ്യൽ പോലീസ്, മലബാർ സ്പെഷ്യൽ പോലീസിനെയും ആൻഡ് ദ ആർമി, പിന്നെ ആർമി പട്ടാളത്തെയും. ഓക്കെ, മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ചാണ് ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തിയത്. അടുത്ത 62ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡാഷ് ഈസ് എ മേജർ ഇൻസിഡൻറ്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ആസ് പാർട്ട് ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഏതായിരുന്നു? ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഇതാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. എൻ്റെ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഏതായിരുന്നു? ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. കേട്ടാ. അടുത്ത 63ാമത്തെ ക്വസ്റ്റ്യനാണ്. റൈറ്റ് ദ ബ്രീഫ് ഡെസ്ക്രിപ്ഷൻ അബൌട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇൻ കേരള? ക്വിറ്റ് ഇന്ത്യ സമരം, കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. നോക്കിയോളൂ. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വിച്ച് ബിഗാൻ അക്രോസ് ഇന്ത്യ ഓൺ ഓഗസ്റ്റ് 9, 1942. 1942 ഓഗസ്റ്റ് 9 അക്രോസ് ഇന്ത്യ, അല്ലേ, ഇന്ത്യയിലുടനീളം ആണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വിച്ച് ബിഗാൻ അക്രോസ് ഇന്ത്യ, ഇന്ത്യയിലുടനീളം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ബിഗാൻ ചെയ്തത്, ആരംഭിച്ചത് എന്നായിരുന്നു? ഓൺ ഓഗസ്റ്റ് 9, 1942. 1942 ഓഗസ്റ്റ് 9. റിസൾട്ടഡ് ഇൻ ദ അറസ്റ്റ് ഓഫ് പ്രോമിനൻറ്റ് ലീഡേഴ്സ് ഇൻക്ലൂഡിങ് ഗാന്ധിജി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രോമിനൻറ്റ് ലീഡേഴ്സ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രൊമിനൻറ്റ് ലീഡേഴ്സ്, അല്ലേ, പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായി ഇറ്റ് ബിക്കം എ വയലൻറ്റ് മൂവ്മെൻറ്റ്. ഇത് വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റായി മാറി. അൺലൈക്ക് അതർ ഗാന്ധിയൻ മൂവ്മെൻറ്റ്, മറ്റുള്ള ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി, വ്യത്യസ്തമായി, അല്ലേ, അൺലൈക്ക് എന്ന് വെച്ചാൽ വ്യത്യസ്തമായി. അപ്പം അൺലൈക്ക് അതർ ഗാന്ധിയൻ മൂവ്മെൻറ്റ്, മറ്റുള്ള ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഒരു വയലൻറ്റ് മൂവ്മെൻറ്റായി മാറി, വളരെ അക്രമാസക്തമായ, അല്ലേ, ഒരു മൂവ്മെൻറ്റായി മാറി. വയലൻറ്റ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ അക്രമാസക്തമായ മൂവ്മെൻറ്റായി മാറി. The people of Kerala, including women and students, actively participated in the movement in Malabar, Kochi and Travancore region. മലബാർ, കൊച്ചി, ട്രാവൻകൂർ റീജിയനിലുള്ള സ്റ്റുഡൻസും വിമനും ഒക്കെ എന്ത് ചെയ്തു? ഈ ഒരു മൂവ്മെൻറ്റിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദ കീഴരിയൂർ ബോംബ് കേസ് ഈസ് എ മേജർ ഇൻസിഡൻറ്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ആസ് എ പാർട്ട് ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കേരളത്തിൽ നടന്ന. ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. മനസ്സിലായോ? 1942 ഓഗസ്റ്റ് 9 ഇന്ത്യയിലുടനീളം ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കലാശിച്ചു. തൽഫലമായി മറ്റ് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായി ഇത് മാറി. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിലെ സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനും ആൻസേഴ്സുമാണ് നമ്മൾ ഈ ഒരു പാർട്ട് ഓഫ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു ഒത്തിരി വലിയ ഒരു യൂണിറ്റാണ്, അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടല്ല പറയുന്നത്, പക്ഷേ ഈ എല്ലാ സംഭവങ്ങളുടെയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഇനി 9th-ലും 10th-ലും ഒക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു യൂണിറ്റ് വളരെ നന്നായിട്ട്
പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഇയേഴ്സൊക്കെ ഉണ്ടല്ലോ, വർഷങ്ങൾ, ആ വർഷങ്ങളും നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ അകത്തുള്ള ലീഡേഴ്സിൻ്റെ പേരും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. റിപ്പീറ്റഡായിട്ട് വായിക്കുക, അത് മാത്രമാണ് അതിനൊരു പോം വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.